എന്ത് കാര്യത്തിനാ ഞാൻ ആ പോലീസുകാരെ തല്ലുകൊള്ളുന്നത്? മഹാഭാവി ഇടിച്ച ഓരോ ഇടിക്കും ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി. എല്ലാം തുറന്ന് സമ്മതിച്ചാ മതിയായിരുന്നു. സത്യമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൈ ഓങ്ങുന്നതിന് മുമ്പ് കാലേ വീണ് ഞാൻ ചോദിച്ചതിനും ചോദിക്കാത്തതിനും ഒക്കെ കരയും സമ്മതിക്കും. ഞാൻ എന്തിനാ കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി തല്ലുകൊള്ളുന്നത്? നീയാണ് നിനക്ക് മൂല കാരണം. ഞാൻ കാല് പിടിച്ച് പറഞ്ഞാണ് ഈ പുലുവായിലൊന്നും പോയി ചാടണ്ടെന്ന്. അന്ന് ആര് വിചാരിച്ചു ഈ പോലീസുകാർ എന്നെ കൊണ്ടുപോയി തേരാപാരാ തല്ലുവെന്ന്? അതുകൊണ്ട് ഇനി ഏതായാലും ഒന്നും ഒളിക്കുന്ന പ്രശ്നമില്ല. നീ പറയോ? ഞാൻ പറയും. നീ പറയൂടാ. ഞാൻ പറയും എന്ന് ഞാൻ പറയും. അയ്യോ, ഇതെന്തൊരു പരീക്ഷണമാണ്. പറഞ്ഞില്ലെങ്കിൽ അവിടെ തല്ല്, പറഞ്ഞാ ഇവിടെ തല്ല്. ഞാനെന്താ മദ്ദളമോ? ഐ എം സോറി. ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഇതെന്താ വല്ല കോംപ്ലിമെന്റ്സ് ആണോ? അതിൽ 6 എന്ന പേജ് നോക്കിക്കേ. ഇതിലെന്താ ഉള്ളത്? അതിലെ ലാസ്റ്റ് ബട്ട് 1. ആ പേരെന്ന് വായിച്ചേ. രാജി 73741. ഏതായി രാജി? നിങ്ങൾ അന്വേഷിച്ച് നടന്നില്ലേ? ആ രാജി തന്നെ. ഞാൻ അന്വേഷിച്ച് നടന്ന രാജിയോ? എനിക്കെല്ലാം അറിയാം മിസ്റ്റർ ഹരിഹരൻ. ലത മാലിനിയോട് പറഞ്ഞു, മാലിനി എന്നോട് പറഞ്ഞു. മിസ്റ്റർ ഹരിഹരൻ പേടിക്കണ്ട. എന്നിൽ കൂടി ഇത് പുറത്തൊരാളും അറിയില്ല. എനിക്കെന്ത് പേടി? ഒരാളോടും പറയുന്നത് ലത എന്നോട് പറഞ്ഞത്. അവര് തന്നെ പറഞ്ഞിരുന്ന പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതുപോട്ടെ, ഈ ഡയറിക്ക് ഇപ്പോഴത്തെ ഇവിടത്തെ പ്രസക്തി എന്താ? മിസ്റ്റർ സുരേഷിന്റെ പോക്കറ്റ് ടെലിഫോൺ ബുക്കാണത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. രാജിയും സുരേഷും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിപ്പോ എന്നെ ഏൽപ്പിക്കാൻ എന്താ കാരണം? മേനോന്റെ വീട്ടിൽ വെച്ച് സുരേഷ് മറന്നുപോയതാണിത്. അതിൽ ആ പേജ് കണ്ടുപിടിച്ചതും എന്നെ ഏൽപ്പിച്ചതും മാലിന്യാണ്. അതിന്റെ ആ ഫ്ലാപ്പിനകത്ത് നോക്കിയേ. കണ്ടിട്ട് ഏതോ ബാങ്ക് ലോക്കറിന്റെ കീ ആണെന്ന് തോന്നുന്നു. അതോ അവന്റെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഡ്രോയറിന്റെ ആണോ? ദാറ്റ് ഈസ് ടു ബി ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ്. പോലീസിനെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ തോന്നി നിങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് മതിയെന്ന്. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ്. അല്ല, പോലീസിനെ ഏൽപ്പിക്കണമെങ്കിൽ ഏൽപ്പിക്കാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് യു.
പ്രിയപ്പെട്ട രാജിക്ക്, ഒരുപാട് കാലമായി മോളെ നമ്മൾ തമ്മിൽ കത്ത് മുഖേനയോ നേരിട്ടോ കണ്ടിട്ട്. ആശുപത്രിയിൽ വെച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. കരൾ അരിപ്പയ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അമ്മയില്ലാത്ത നിനക്ക് ഒരച്ഛൻ നൽകേണ്ട വാത്സല്യം ഞാൻ നൽകിയിട്ടില്ല. എന്റെ ഈ അവസാന നേരത്തെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്. അവിടെ കൊച്ചിയിൽ ഹിൽ പാലസിനടുത്ത് മുളന്തോട്ടിൽ ശങ്കരമേനോൻ എന്ന പേരിൽ ഒരു വലിയ പണക്കാരനുണ്ട്. അച്ഛൻ അയാളുടെ ഒരു പഴയ ആശ്രിതനാണ്. നീ അദ്ദേഹത്തെ നേരിൽ കാണണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി സരോജിനിയമ്മയെ കണ്ടാലും മതി. പാവുണ്ണിയുടെ മകളാണെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിക്കൊള്ളും. നിനക്ക് അവർ എല്ലാ മാസവും 1500 രൂപ വെച്ച് തരും. എന്തെങ്കിലും എതിര് പറഞ്ഞാൽ എല്ലാ രഹസ്യവും നിനക്കറിയാമെന്ന് പറയുക. പിന്നെ അവർ തർക്കിക്കില്ല. എന്റെ കൈകൾ വിറയ്ക്കുന്നു. വല്ലാത്ത ക്ഷീണം. മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. നടക്കുമോ എന്തോ. സസ്നേഹം, അച്ഛൻ. ഈ പാവുണ്ണി ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാജിയുടെ മരണത്തെക്കുറിച്ച് പത്രത്തിലൊക്കെ വന്നതല്ലേ, അയാൾ അന്വേഷിച്ചു വരായിരിക്കോ? ഈ കത്ത് സുരേഷിന്റെ ഡ്രോയറിൽ എങ്ങനെ വന്നു? സുരേഷ് രാജിയുടെ ഒരു ക്ലയന്റ് ആയിരുന്നു. അയാൾ ശങ്കരമേനോന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോ രാജി ഈ കത്ത് അയാളെ കാണിച്ചു കാണും. വക്കീലേ, സംഗതിയൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. പൈസയ്ക്ക് ആർത്തി പിടിച്ച് നടക്കുന്ന സുരേഷിന്റെ ബുദ്ധിയാവാം രാജിയുടെ ഫോൺ കോളും ഭീഷണി. രോഗിയായ മേനോനേക്കാൾ മകളെ മുതലെടുക്കുന്നതാവും എളുപ്പമെന്ന് സുരേഷ് കരുതി കാണും. ഒരു പക്ഷേ പണവുമായി ലത ചെന്നിരുന്നെങ്കിൽ എന്ത് രഹസ്യമിരിക്കുന്നു രാജിയുടെ പക്കൽ ലതയോട് പറയാൻ? മേനോനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാമെന്ന് പറയണം എന്ന് മാത്രമല്ലേ ഈ കത്തിൽ എഴുതിയിട്ടുള്ളൂ. അവള് പറഞ്ഞ സ്ഥലത്ത് പണവുമായിട്ട് ചെന്നാ പിന്നെ അത് വാങ്ങിക്കാനാണോ ബുദ്ധിമുട്ട്? എനിവേ, അത് വർക്കൗട്ടായില്ല. അതുകൊണ്ട് കഥയിൽ ആ ഭാഗം അവസാനിച്ചു കഴിഞ്ഞു. ഈ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, രാജിയും സുരേഷും. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ കിൽഡ് ദം? രാജിയും സുരേഷും ജീവിച്ചിരുന്നാൽ ആർക്കാണോ ആപത്ത് അവരായിരിക്കണം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആരെയൊക്കെ സംശയിക്കാം? നമ്പർ 1, ലതയുടെ അച്ഛൻ മിസ്റ്റർ ശങ്കരമേനോൻ. കാരണം അയാളെക്കുറിച്ച് എന്തോ രഹസ്യങ്ങൾ ഇവർ സൂക്ഷിച്ചിരുന്നു എന്നാണല്ലോ. പിന്നെ മാലിനിയും ലതയും. മേനോന്റെ ദോഷം അവരെയും ബാധിക്കുമല്ലോ. 1 മോർ, അമ്മായി സരോജിനി അമ്മ. സരോജിനി അമ്മയോ? താനെന്തായി പറയുന്നത്? സഹോദരി സരോജിനി അമ്മയെ കണ്ടാലും മതി ലെറ്ററിലെ വാചകം ഓർമ്മയില്ലേ? ഓ, അത് ശരിയാ. ഒരുപക്ഷെ മരിച്ച രാജി അവരുടെ മകളായിരുന്നെങ്കിലോ? നമ്മൾ ആദ്യം സംശയിച്ചിരുന്നത് പോലെ മേനോന്റെ ഇല്ലീഗൽ ഡോട്ടറിന് പകരം അവരുടേതായിക്കൂടെ? ചെറുപ്പത്തിൽ പല പെൺകുട്ടികൾക്കും പറ്റുന്ന അബദ്ധം അവർക്കും പറ്റി. തന്തയില്ലാത്ത പെങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ മേനോൻ പാവുണ്ണിയെ ഏൽപ്പിക്കുന്നു. ചെലവിലേക്കായി മാസാമാസം ഒരു തുകയും. രാജിയുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. നല്ല കൃഷിയും കൊയ്ത്തും ഒക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു മകൾ ഇങ്ങനെ ഒരു ഭീഷണിയുമായി വന്നാൽ ഏത് അഭിമാനം സഹിക്കും? വക്കീലാണെ സഹിക്കുവോ? തട്ടുകയല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. രാജിയുടെ ഭീഷണി ഏതെങ്കിലും രീതിയിൽ അറിയാനിടയായ മേനോൻ സഹോദരിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചേരിക്കാം. അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കാം. ഒരു സ്ത്രീ അത് ചെയ്യൂ, അതിൽ 2 പേരെ. പിന്നെ ബെഡിൽ കിടക്കുന്ന മേനോൻ ചെയ്യുവോ? അപ്പൊ 2 പേരിൽ ആരായിരുന്നാലും ശരി മറ്റൊരാളുടെ സഹായം തേടിയിരിക്കും. എനിക്കൊരു അബദ്ധം പറ്റി വെക്കില്ല. ആ രാജുവിനെ കൈ കിട്ടിയതാ, പക്ഷെ വിട്ടുള്ളത്. രാജു? ഏത് രാജു? ശങ്കരമേനോന്റെ വീട്ടിലെ ഡ്രൈവറായിരുന്ന രാജു. മേനോനായാലും സഹോദരി ആയാലും മറ്റൊരാളായി രാജുവിനെ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. യെസ്, കറക്റ്റ്, ശരിയാ. അവനുമായിട്ട് ഏറ്റുമുട്ടിയതിനു ശേഷമാണ് സുരേഷിനെ കാണാൻ ഞാൻ അവന്റെ വീട്ടിൽ പോയത്. അപ്പൊ അന്ന് രാത്രി ആ കാറ് അവൻ തന്നെ ആയിരിക്കണം. അപ്പോ നിന്നെ അന്നാക്രമിച്ചാരെ? അവന്റെ ശിങ്കിടിയാവാം, കൂട്ടുകാരനാവാം. കറുത്ത് കടിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ രാജുവാണെന്ന് സംശയിച്ചത്. എന്തൊരാന മണ്ടത്തരവാ എനിക്ക് പറ്റിയത്. അതിന് താൻ ബേജാറാവൊന്നും വേണ്ട. ഉള്ള വിവരങ്ങൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് തടി ഒഴിവാക്കാൻ നോക്ക്. അത് വേണ്ട. ഏതായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ച് കയറിയിട്ടേ വരെ കാര്യമുള്ളൂ. താൻ എങ്ങോട്ടാ? ഞാൻ ആ തള്ളയൊന്ന് പോയി കാണട്ടെ. പിഴച്ചുപെറ്റ സന്തതിയെ തള്ള കൊന്നു. നിങ്ങളുടെ നിഗമനം കൊള്ളാം. ഞാൻ ഇന്നും അവിവാഹിതയെ കഴിയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സന്യാസിനിയാകാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അറിഞ്ഞൊരു പുരുഷനെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും അവിവാഹിതയായി കഴിയുന്നത്. സോറി, എന്റെ ഒരു സംശയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ കത്തിൽ പാവണ്ണി സൂചിപ്പിച്ചിട്ടുള്ള രഹസ്യം